നൈസ്. അങ്ങനെ നമ്മൾ വിനയ്ക്ക് ടാബ് വാങ്ങണം എന്ന് പറഞ്ഞ് വന്നതായിരുന്നു. നമ്മൾ നോവോ മെസ്റ്റോയിലുള്ള ഒരു മാളിൽ വന്നേക്കാണ്. ഈ മാളിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല, ഓർമ്മയില്ല. ബിഗ് ബാങ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ഷോപ്പിലാണ് നമ്മൾ കയറിയത്. നമ്മൾ ടാബൊക്കെ നോക്കി, പക്ഷേ നമുക്കെന്തില്ല, ഇവിടെ നമുക്ക് സിം ഇടുന്ന ടാബ് അവൈലബിൾ അല്ല. അങ്ങനെ സിം ഇടുന്ന ടാബ് ഇല്ല കണ്ടപ്പോൾ അവൻ്റെ മൈൻഡ് മാറി. അവൻ മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ എടുക്കാമെന്നുള്ള പ്ലാൻ എത്തി. അപ്പോൾ നമ്മളിവിടെ ഹോണറിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, 325. അത് നമ്മൾ ടെലിമാക്ക്, നമുക്ക് ഈ മാളിൽ ടെലിമാക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടെലിമാക്ക് പോയി ഏകദേശം നമ്മളത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നോക്കി വെച്ചു. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു, ഫോൺ വന്നപ്പോൾ നമുക്കിവിടെ വേറെ ഏതോ നല്ല കമ്പനി ഉള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ ഫോൺ നോക്കാൻ വേണ്ടി വന്നേ കേട്ടോ. നമ്മൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ഷോപ്പാട്ടോ, ബിഗ് ബാങ്. ഈ മാളിൻ്റെ പേര് ടിഡിയോ സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു, ഐ ഡോണ്ട് ഫോർഗെറ്റ്. ഇതാണ് ബിഗ് ബാങ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഐഫോൺ പ്രൊഡക്ട്സ്, ലാപ്ടോപ്പ്, മൊബൈൽ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം മാൾ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉള്ള മാളാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ് വിനയ്. തമിഴുണ്ട്, തമിഴും വിനയ് ഞാനും കൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ. കാര്യമായിട്ട് ഫോൺ നോക്കുന്നുണ്ട്. ഓണർ ഏകദേശം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ജസ്റ്റ് this size is okay. What is tab? I think that's good. If it is SIM, നമ്മളെ ഫോണുകൾ തിങ്ക്. അതേപോലെ നമ്മൾ ഐഫോൺ നോക്കിട്ടോ. നമുക്കൊരു ഐഫോൺ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നടക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം. 70 Pro Max വരുന്നുണ്ട്. 70 Pro Maxൻ്റെ 256 GB ഇവിടെ വരുന്നത് 1559 euro ആണ് കേട്ടോ. പിന്നെ 512 വരുമ്പോൾ 1829. ദെൻ 1 TB ആണെങ്കിൽ അത് 2099. 2 TB ആണ്. 1 TB ആണെങ്കിൽ 2 TB ആണെങ്കിൽ 2629. ഇത്രയൊക്കെയാണ് ഐഫോൺ 70 Pro ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ മാക് ബുക്കിൻ്റെയും പ്രൈസ് നോക്കി. നമുക്കൊരു എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക്. മാക് ബുക്ക് പ്രോ, ഇതാണ് ഐഫോണിൻ്റെ മാക് ബുക്ക് എയർ. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് എത്രയാണ്? നമുക്ക് 60 GB 256 ആണെങ്കിൽ 1301 അതേപോലെ 60 GB 512 ആണെങ്കിൽ 1579. ദെൻ 24 GB റാം വരുമ്പം നമുക്കതിന് 512 GB ആണെങ്കിൽ നമുക്ക് 1839. ഈ രീതിയിലാണ് നമുക്ക് മാക് ബുക്കിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രൈസിൻ്റെ ഏകദേശം ഒരേ സിമിലർ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. അപ്പം they were selecting which phone is better for their use. Every phone have advantages and disadvantages, so they were checking which one is better. പിക്സലിൻ്റെ ഫോൺസ് ഉണ്ട് കേട്ടോ. അതേപോലെ പിക്സലിൻ്റെ ഫോണിന് റേറ്റ് വരുന്നത് എത്രയാണ്? 1049 കേട്ടോ. അത് നമുക്ക് 1000 euro എബോ. ഇലക്ട്രോണിക് ഷോപ്പാട്ടോ. ഇവിടെ കയറിയാൽ നമുക്ക് കണ്ണിന് കുളിർമ കുറേ സാധനങ്ങളുണ്ട്. അതേപോലെ ഗെയിമിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഗൈസ്. നമുക്കിവിടെ ഗെയിമിങ് മെയിൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അവിടെ PSP ഒക്കെ വരുന്നത് നമുക്ക് 219 euro മുതൽ പ്ലേ സ്റ്റേഷൻ വരുന്നുണ്ട് കേട്ടോ. 219 euro സോണി പ്ലേ സ്റ്റേഷൻ. അതേപോലെ 84 euro ജോയ്സ്റ്റിക്ക്. പിന്നെ 249 euro നമുക്ക് എന്തെങ്കിലും ലോജിടെക്കിൻ്റെ സ്റ്റെയറിംഗ് വെച്ച് നമുക്ക് കാർ റേസ് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അതിൻ്റെ സെറ്റ് വിത്ത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ വരുന്ന ഇതിന് 419 euro വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗെയിമിംഗ് G29 SC എന്ന് പറയുന്ന പ്ലേ സ്റ്റേഷന് നമുക്ക് വരുന്നത് എത്രയാണ്? 419, 41,000 രൂപ. എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഗിയർ സിസ്റ്റം മാത്രമാണ് നമുക്ക് 47 euro നമുക്കുന്നുണ്ട്. അതേപോലെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് എക്യുപ്മെൻറ്റ്സ്.
ഗെയിമിംഗ് ഐറ്റംസ് ഒക്കെ ഒരു €500 റേഞ്ചാണ് ഒരുവിധം നല്ല പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് ടി വി ആട്ടോ. ഹൈ ഡെഫിനിഷൻ ടി വിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവർ ഡൗട്ട് സംശയത്തിൻ്റെ നിറവിലാണ്, ഏതെടുക്കണം എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഐ ഡോണ്ട് നോ വിച്ച് വൺ ദ പിക്ക്. ബ്രോ ഹിയർ ഈസ് എ ടാബ് €184 Redmi. It's not good? Oh, it's no SIM. It's work only in Wi-Fi. Okay. But looking good and clarity good. ആക്ച്വലി ദിസ് ടാബിൻ്റെ നമുക്ക് ഇവിടെ സിം ഇടുന്ന ടാബ് വേണം ഇവർക്ക് ആവശ്യത്തിന് വേണ്ടി. അപ്പം ഇതൊക്കെ നമുക്ക് വൈഫൈയിൽ വർക്ക് ചെയ്യുള്ളൂ. അത് നല്ല ഈ സിമ്മും സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾസോ ദ സെക്കൻഡ് ചോയ്സ്. ഇത് റെഡ്മീൻ്റെ ഈ ഫോണൊക്കെ എത്ര രൂപ വരുന്നത്? പ്രൈസ് ഈസ് നോട്ട് മെൻഷൻ. ഓക്കെ, റിയൽമീൻ്റെ ഫോണുകളുണ്ട് കേട്ടോ. റിയൽമീൻ്റെ ഫോൺ വരുന്നത് 337 റിയൽമീൻ്റെ ഫോൺസൊക്കെ 337 റേഞ്ച് കേട്ടോ. റിയൽമീൻ്റെ C67 ഉണ്ട് 239. ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഏകദേശം ഒരു 30K റേഞ്ച്. നമ്മൾ നാട്ടിലെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30K റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി സാംസങ്ങിൻ്റെ ഫോൺസ് അവൈലബിൾ ഉണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി S25 FE വരുന്നത് €809 കേട്ടോ. 809. ദെൻ സാംസങ് ഗാലക്സി A56 വരുന്നുണ്ട് €479. ദെൻ സാംസങ് ഗാലക്സി A36 5G 128 ആണെങ്കിൽ €379. ഗാലക്സി A26 5G ആണെങ്കിൽ $299, അതായത് 30,000. ഇതിൽ A56 കൊള്ളാം, S24 FE അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, സോ these two people are confused guys, which phone take. I don't know which one they take. They were comparing the phone specs. അവർ രണ്ടുപേരും ഫോൺ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ഏതാണ്. ഓരോ ഫോണും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇവരൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മറ്റൊരാൾ കണ്ടു. അപ്പം സെലക്ഷൻ നീണ്ടു പോവാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ A36 5G ഓൾമോസ്റ്റ് സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. €379 ദിസ് ഫോൺ.